ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കടായി ചിക്കൻ. ഇതിൻ്റെ ചേരുവകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വളരെ ഈസിയാണെന്ന്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. കടായി ചിക്കന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ. ബോൺലെസ് ചിക്കൻ വേണേലും നമുക്കെടുക്കാം, പക്ഷേ ഞാൻ വിത്ത് ബോണാണ് എടുത്തിരിക്കുന്നത്. ചിക്കനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്യണം ഹാഫ് ആൻ അവർ ടു 1 അവർ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 3/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, നാരങ്ങാനീരൊഴിച്ചു. നാരങ്ങാനീരൊഴിച്ച് മാരിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ ടെൻഡറൈസ് ആയിട്ട് വേകും. നമുക്ക് 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. കടായി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടായി ചിക്കൻ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലി, 4 ഉണക്കമുളക്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. സ്പൈസി ചില്ലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ നിങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പം അത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഫൈൻ പൊടി ആക്കരുത്. ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ മസാല പൊടി ഉണ്ടായിരുന്നു. ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചതാണ്. ഇനിയും എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് 3 വലിയ സവാള ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് 3 വലിയ തക്കാളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് 4 ക്യാപ്സിക്കം റെക്റ്റാങ്കിളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതൊരു വലിയ സവാള റെക്റ്റാങ്കിളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് 3 ടേബിൾ സ്പൂൺ നമ്മുടെ കടായി മസാല. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ എണ്ണ. ആദ്യം നമുക്ക് ഈ ഒനിയനും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ സെയിം ഓയിൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. 1 ടീസ്പൂൺ. എണ്ണ ചൂടായി. ആദ്യം നമുക്ക് സവോള ഇടാം. സവോള ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഈ രണ്ടും കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ സവാള പേസ്റ്റ് ഇടുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഗരം മസാല പൊടി ഇടുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ബിഗിനിങ്ങിൽ വേറെ ഡ്രൈ ഗരം മസാല ഒന്നും ഇട്ടില്ല. ബേ ലീഫ് ഒഴിച്ച് വേറെ ഒന്നും ഇട്ടില്ല. ഇനി ഇത് എണ്ണ സെപ്പറേറ്റ് ആദ്യം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. ഓയിൽ സെപ്പറേറ്റായി. ഇതിലേക്ക് ഞാൻ ഈ മഞ്ഞൾ പൊടി ഇടുന്നു. ഒന്ന് ഇളക്കി കഴിഞ്ഞ ഉടനെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നു. ടൊമാറ്റോ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരിയും ഉപയോഗിക്കാം. ഇനി ഇതും എണ്ണ സെപ്പറേറ്റ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് വെക്കാം.
ഇതിൻ്റെ അരികിൽ കൂടെ നിങ്ങൾക്ക് കാണാം എണ്ണ സെപ്പറേറ്റ് ആയി തുടങ്ങി. ഇതിലേക്ക് ഞാനിനി ഉപ്പിടുന്നു. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. മല്ലിപ്പൊടി ഇടുന്നു, മുളക് പൊടി ഇടുന്നു, ഗരം മസാലപ്പൊടി ഇടുന്നു, ജീരകപ്പൊടി ഇടുന്നു. ഇനി ഞാനിത് ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടണം. ഇതിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇടുന്നു. ഇത് 1 kg ചിക്കൻ ഉണ്ട്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ്റെ പിങ്ക് കളറ് വൈറ്റ് കളർ ആകുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്യണം. ഞാനിത് 10 മിനിറ്റ് മിക്സ് ചെയ്തു. നമ്മുടെ ചിക്കൻ്റെ പിങ്ക് കളർ മാറി വൈറ്റ് കളറായി. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യും. ഇടയ്ക്ക് ഒന്ന് നോക്കും. 15 മിനിറ്റായി ചിക്കൻ നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്യാപ്സിക്കോ ഒനിയനും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചതിടാം. ഇനി ഇതിലേക്ക് നമ്മൾ കടായി ചിക്കൻ മസാല ഇടുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കസൂരി മേത്തി ഇടുന്നു. 2 മിനിറ്റ് മൂടി വെക്കുന്നു. 2 മിനിറ്റായി. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നു. ഇത് ഓപ്ഷണലാണ്. ഇത് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കടായി ചിക്കനായി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.